നമസ്കാരം. നിളയോര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. ഉയർപ്പിന്റെ പ്രത്യാശയിൽ ലോകമെങ്ങുമുള്ള ക്രൈസ്തവർ ഈസ്റ്റർ ആഘോഷത്തിൽ. പീഡാനുഭവങ്ങൾക്കും കുരിശുമരണത്തിനും ശേഷം യേശു ഉയർത്തെഴുന്നേറ്റത്തിന്റെ ഓർമ്മ പുതുക്കി ദേവാലയങ്ങളിൽ പ്രത്യേക പ്രാർത്ഥനകളും ശുശ്രൂഷയും നടന്നു. 50 ദിവസം നീണ്ട നോമ്പ് പൂർത്തിയാക്കി വിശ്വാസികൾ ലോകരക്ഷകന്റെ ഉയർത്തെഴുന്നേൽപ്പ് ആഘോഷമാക്കുകയാണ്. മാനവരുടെ പാപങ്ങൾക്ക് പരിഹാരമായി സ്വയം ബലിയായ ദൈവപുത്രന്റെ ഉത്ഥാനത്തിന് മുന്നോടിയായി ശനിയാഴ്ച ദേവാലയങ്ങളിൽ പ്രത്യേക പ്രാർത്ഥനകൾ നടന്നു. കാൽവരി മലയിലെ കുരിശിൽ മരിച്ച ക്രിസ്തു 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റതിന്റെ അനുസ്മരണമായാണ് ലോകമെങ്ങുമുള്ള ക്രിസ്തുമത വിശ്വാസികൾ ഈസ്റ്റർ ആഘോഷിക്കുന്നത്. പ്രത്യാശയുടെ സന്ദേശവുമായാണ് ഓരോ ഈസ്റ്റർ കാലവും എത്തുന്നത്. എത്ര ദുരിതത്തിലൂടെയും കഷ്ടപ്പാടുകളിലൂടെയും കടന്നുപോയാലും അതിനെല്ലാം ശുഭകരമായ ഒരു ഉയിർപ്പുണ്ടെന്ന വിശ്വാസം കൂടിയാണ് ഈസ്റ്റർ മുന്നോട്ട് വയ്ക്കുന്നത്. ക്രിസ്തു മരിച്ചവർക്കിടയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് ലോകത്തിനുള്ള രക്ഷ പ്രദാനം ചെയ്തു എന്നാണ് ഈസ്റ്ററുമായി ബന്ധപ്പെട്ടുള്ള ക്രൈസ്തവരുടെ വിശ്വാസം. ചാലിശ്ശേരി സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബായ സുറിയാനി പള്ളിയിൽ യേശുക്രിസ്തുവിന്റെ പുനരുത്ഥാനത്തിന്റെ ഓർമ്മ പുതുക്കി ഉയർപ്പ് ശുശ്രൂഷകൾ ഭക്തിസാന്ദ്രമായി. ശനിയാഴ്ച രാത്രി സന്ധ്യാപ്രാർത്ഥനയോടെ ഉയർപ്പ് ശുശ്രൂഷകൾ തുടങ്ങി. വികാരി ഫാദർ ബിജു മുങ്ങാംകുന്നേൽ ഉയർപ്പ് പ്രഖ്യാപനം നടത്തി. മെഴുകുതിരികൾ കത്തിച്ച് വിശ്വാസികൾ യേശുക്രിസ്തുവിന്റെ ഉയർപ്പിനെ എതിരേറ്റു. പ്രത്യേക പ്രാർത്ഥനകൾക്കു ശേഷം പള്ളിക്കു ചുറ്റും പൊൻ വെള്ളിക്കുരിശുകളെന്തിയും കത്തിച്ച മെഴുകുതിരികളെന്തിയും വിശ്വാസികൾ ഉയർപ്പ് പ്രദക്ഷിണത്തിൽ പങ്കെടുത്തു. തുടർന്ന് മദ്ബഹായുടെ 4 ദിക്കുകളിലേക്ക് പള്ളിമണികളടിച്ച് സ്ലീബ ആഘോഷവും നടത്തി. പ്രഭാത പ്രാർത്ഥന, വിശുദ്ധ കുർബാന, ഉയർപ്പ് സന്ദേശം, സ്ലീബ വണക്കം, സ്നേഹവിരുന്ന് എന്നിവ ഉണ്ടായി. നിരവധി വിശ്വാസികൾ ഉയർപ്പ് ശുശ്രൂഷയിൽ പങ്കെടുത്തു. പരിപാടികൾക്ക് വികാരി ഫാദർ ബിജു മുങ്ങാംകുന്നേൽ, ട്രസ്റ്റി CU സലമോൻ, സെക്രട്ടറി ടൈറ്റസ് ഡേവിഡ് എന്നിവരടങ്ങിയ മാനേജിംഗ് കമ്മിറ്റി നേതൃത്വം നൽകി. തൃത്താല നിയോജകമണ്ഡലത്തിൽ നടപ്പിലാക്കുന്ന സമഗ്ര ആരോഗ്യ പദ്ധതിയായ അൻപോടെ തൃത്താലയുടെ ഭാഗമായി മെഗാ മൾട്ടി സ്പെഷ്യാലിറ്റി മെഡിക്കൽ ക്യാമ്പ് മെയ് 11 സംഘടിപ്പിക്കുമെന്ന് മന്ത്രി MP രാജേഷ് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. വട്ടേനാട് ഗവൺമെന്റ് VHS സ്കൂളിൽ രാവിലെ 8 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ നടക്കുന്ന മെഗാ മെഡിക്കൽ ക്യാമ്പ് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് ഉദ്ഘാടനം ചെയ്യും. ഹൃദ്രോഗ വിദഗ്ധൻ പത്മഭൂഷൺ ഡോക്ടർ ജോസ് ചാക്കോ മുഖ്യാതിഥിയാകും. മെഡിക്കൽ ക്യാമ്പിൽ പങ്കെടുക്കുന്നവർ മുൻകൂട്ടി രജിസ്റ്റർ ചെയ്യണം. അപേക്ഷാ ഫോം തൃത്താല MLA ഓഫീസിലും ഗ്രന്ഥശാലകളിലും ഏപ്രിൽ 30 വരെ ലഭ്യമാകും. സർക്കാർ ആശുപത്രികളും എറണാകുളം അമൃത ലിസി, തൃശൂർ ജൂബിലി മിഷൻ, അമല, കോട്ടക്കൽ മിംസ്, പെരിന്തൽമണ്ണ EMS ആശുപത്രി, MVR ക്യാൻസർ സെന്റർ ഉൾപ്പെടെ കേരളത്തിലെ മികച്ച സ്വകാര്യ ആശുപത്രികളും ഹോമിയോ, അലോപ്പതി, ആയുർവേദ വിഭാഗങ്ങളും ക്യാമ്പിന്റെ ഭാഗമാകും. 28 ചികിത്സാ വിഭാഗങ്ങളുടെ സേവനം ലഭ്യമാകുന്ന ജില്ലയിലെ ആദ്യ മെഗാ മൾട്ടി സ്പെഷ്യാലിറ്റി മെഡിക്കൽ ക്യാമ്പ് കൂടിയാണിത്. ക്യാമ്പിൽ പങ്കെടുക്കുന്നവർക്കാവശ്യമായ തുടർ ചികിത്സാ സംവിധാനവും ഉറപ്പാക്കും. മൊബൈൽ ഡെന്റൽ ക്ലിനിക് ഉൾപ്പെടെ വിപുലമായ ചികിത്സാ സൗകര്യങ്ങൾ ഒരുക്കിയാണ് മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിക്കുന്നത്. സാമ്പത്തികമായി വളരെയേറെ പിന്നോക്കം നിൽക്കുന്നവരും ചികിത്സയ്ക്കും മരുന്നിനുമായി പ്രയാസം അനുഭവിക്കുന്നവരുമായ വ്യക്തികളിൽ നിന്ന് അപേക്ഷ സ്വീകരിച്ച് അർഹരെ വീടുകളിൽ സന്ദർശനം നടത്തി കണ്ടെത്തുകയും മാരകമായ അസുഖങ്ങളാൽ കഷ്ടത അനുഭവിക്കുന്നവർക്ക് മരുന്നും ചികിത്സയും ലഭ്യമാക്കുന്ന സമഗ്ര ആരോഗ്യ പദ്ധതിയാണ് മന്ത്രി MP രാജേഷിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന അൻപോടെ തൃത്താല. ജീവിതശൈലി രോഗങ്ങളെ നിയന്ത്രിക്കാനും നേരിടാനുമുള്ള പദ്ധതികൾ എങ്ങനെ കൊണ്ടുവരാം, അതാണ് നമ്മൾ നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളി. ജീവിതശൈലി രോഗങ്ങൾ, അതിനെ എങ്ങനെ നിയന്ത്രിക്കാം, അതുപോലെ മറ്റ് രോഗങ്ങൾ, ഇപ്പോൾ ക്യാൻസറൊക്കെ പോലുള്ള, ഹൃദ്രോഗമൊക്കെ പോലുള്ള രോഗങ്ങളുണ്ട്, അതിനെ തടയാൻ ഉതകുന്ന തരത്തിലുള്ള ബോധവൽക്കരണം, അത്തരം പരിപാടികൾ ഇതെല്ലാം തുറന്ന് ഉണ്ടാവും. ഇതിൻ്റെ ഭാഗമായി തന്നെ ഉണ്ട് ബോധവൽക്കരണ ക്ലാസ്സുകളൊക്കെ ഈ ക്യാമ്പ് നടക്കുമ്പോൾ തന്നെ ഉണ്ടാവും, സാംസ്കാരിക പരിപാടികളൊക്കെ ഉണ്ടാവും. പക്ഷെ തുടർന്നും നിരന്തരമായിട്ട് ബോധവൽക്കരണം, അതുപോലെ തന്നെ ജീവിതശൈലി രോഗങ്ങൾക്കെതിരായിട്ടുള്ള പ്രചരണം, ജീവിതശൈലി രോഗങ്ങളെ മറികടക്കാൻ ഉതകുന്ന മാർഗങ്ങൾ, ഇത്തരം കാര്യങ്ങൾ കൂടി ഈ അൻപോടെ തൃത്താലയുടെ ഭാഗമായിട്ട് വരും. അൻപോടെ തൃത്താല ഭാരവാഹികളായ ഡോക്ടർ E സുഷമ, അഡ്വക്കേറ്റ് PA സുനിൽ, ഖാദർ, MK ഷാജഹാൻ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. തളി മഹല്ല് ജുമാ മസ്ജിദ് കമ്മിറ്റിയുടെ മഹല്ല് മിഷൻ 2027ന്റെ ഭാഗമായി നവീകരിച്ച തളി ഹയാത്തുൽ ഇസ്ലാം മദ്രസയുടെ ഉദ്ഘാടനം നടന്നു. മഹല്ലു പ്രസിഡന്റ് VU അബ്ദുൽ നാസറിന്റെ അധ്യക്ഷതയിൽ SMF സ്റ്റേറ്റ് വർക്കിംഗ് സെക്രട്ടറി അബ്ദുസമദ് പൂക്കോട്ടൂർ ഉദ്ഘാടനം നിർവഹിച്ചു. ഏപ്രിൽ 20 ഞായറാഴ്ച രാവിലെ നവീകരിച്ച മദ്രസയിൽ പ്രവേശനോത്സവത്തോടുകൂടി പുതിയ അധ്യയന വർഷം ലഹരി വിരുദ്ധ പ്രതിജ്ഞയോടെ ആരംഭിച്ചു. മഹല്ല് ഖത്തീബ് മുഫീദ് ഫൈസി അനുഗ്രഹ പ്രഭാഷണം നടത്തി.
മഹലിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഹിദായ ഇംഗ്ലീഷ് സ്കൂളിന്റെ KG കോൺവൊക്കേഷൻ സെറമണിയുടെ ഉദ്ഘാടനം തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ VM അബു താഹിർ നിർവഹിച്ചു. പഠനത്തിലും ഹാജരിലും ഉയർന്ന സ്ഥാനം കരസ്ഥമാക്കിയ കുട്ടികൾക്കും ടാലന്റ് സെർച്ച് എക്സാം വിജയികൾക്കും വടക്കാഞ്ചേരി പോലീസ് സബ് ഇൻസ്പെക്ടർ PV സുഭാഷ് ഉപഹാരം നൽകി. SKMMA തൃശൂർ ജില്ലാ വർക്കിംഗ് സെക്രട്ടറി ഉമ്മർ മാസ്റ്റർ മുള്ളൂർക്കര പരിപാടിക്ക് ആശംസകൾ അർപ്പിച്ചു. മഹല്ല് ഭാരവാഹികളായ VV അഹമ്മദ്, TM ഫാറൂഖ് സഖാഫി, AA അലി, TK അബ്ദുസലാം, KS അലി, NS അബ്ദുൾ റഹ്മാൻ, KU ഉമ്മർ, സദർ മുവല്ലിം അബ്ദുസമദ് അൻവരി, അധ്യാപകരായ V റഹ്മത്ത് ടീച്ചർ, KS ജസീല ടീച്ചർ, KM ഫസീറ ടീച്ചർ, V ഷാജിദ എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി. മഹല്ല് സെക്രട്ടറി TM നാസർ സ്വാഗതവും ജോയിന്റ് സെക്രട്ടറി TM അയ്യൂബ് നന്ദിയും പറഞ്ഞു. മനുഷ്യൻ വളരേണ്ടത് മനുഷ്യത്വത്തിലേക്കാണ്. അതൊരു ഗുരുനാഥന്റെ കീഴിൽ പഠിച്ചുകൊണ്ട് വളരണം. ഗുരു എന്ന മലയാള പദം സംസ്കൃതത്തിൽ നിന്ന് ഉത്ഭവമാണ്. ഈ രണ്ട് അക്ഷരങ്ങൾ സംസ്കൃതത്തിൽ അതിനെ പ്രത്യേകിച്ച് അക്ഷരങ്ങൾക്ക് വലിയ അർത്ഥമുണ്ട്. അറബിയുമായി തന്നെ ഗു എന്നും രു എന്നും ചേർന്ന ശബ്ദമാണ് ഗുരു. ഗു ശബ്ദം അന്ധകാരം, ഗു ശബ്ദം കന്യരോധകം. ഗു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഇരുട്ടാണ്. രു എന്ന് പറഞ്ഞാൽ ഇരുട്ട് നീക്കുന്നയാളാണ്. മനുഷ്യന്റെ മനസ്സിൽ നിന്ന് ഇരുട്ട് നീക്കുന്നയാളാണ് ഗുരുനാഥൻ. അതാണ് ഗു ശബ്ദം അന്ധകാരം, രു ശബ്ദം കന്യരോധകം. അന്ധതയിൽ നിന്ന് മനുഷ്യനെ വെളിച്ചത്തിലേക്ക് നയിക്കുന്നവരാണ് ഗുരുനാഥൻ. അതാണ് തമസോമ ജ്യോതിർഗമയ എന്നതിന്റെ അർത്ഥം. സനാതനം ധർമ്മമോ അധർമ്മമോ എന്ന വിഷയത്തിൽ പട്ടാമ്പിയിൽ സെമിനാർ സംഘടിപ്പിച്ചു. പട്ടികജാതി ക്ഷേമ സമിതിയുടെ നേതൃത്വത്തിലായിരുന്നു ജില്ലാതല സെമിനാർ നടത്തിയത്. K ശാന്തകുമാരി MLA സെമിനാർ ഉദ്ഘാടനം ചെയ്തു. പട്ടികജാതി ക്ഷേമ സമിതി പാലക്കാട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് മേലെ പട്ടാമ്പിയിൽ ജില്ലാതല സെമിനാർ സംഘടിപ്പിച്ചത്. സനാതനം ധർമ്മമോ അധർമ്മമോ എന്ന വിഷയത്തിലായിരുന്നു സെമിനാർ. DSMM കേന്ദ്ര കമ്മിറ്റി അംഗം K ശാന്തകുമാരി MLA സെമിനാർ ഉദ്ഘാടനം ചെയ്തു. ഭരണഘടനാനുസൃതമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നതിന് പകരം ഭരണകൂടം അമിതാധികാരത്തിന്റെ പ്രയോഗത്താൽ ഭരണഘടനയ്ക്ക് പകരം വെക്കാൻ ശ്രമിക്കുന്ന മനുസ്മൃതിയും ചാതുർവർണ്ണ വ്യവസ്ഥിതിയും ഈ രാജ്യത്ത് നടപ്പിലാക്കാൻ ശ്രമിക്കുന്നവരാണ് ഭരണകൂടമെന്ന് നാം തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. ആ നിലയിൽ മുന്നോട്ട് പോയാൽ പട്ടികജാതി പട്ടികവർഗ ജനവിഭാഗങ്ങൾ അവർക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഭരണഘടനാ പിന്തുണ പൂർണ്ണമായും ഇല്ലാതാകുന്ന ഒരു അവസരത്തിലേക്കാണ് ഇന്ത്യ രാജ്യത്തിലെ പൊതുസമൂഹത്തിലേക്ക് ഭരണകൂടം അവരുടെ നയങ്ങളാൽ ഇന്ന് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അതിനെതിരായി ശക്തമായ പ്രതികരിക്കാനും പ്രക്ഷോഭങ്ങളായി മുന്നോട്ടു പോകാനും നമ്മുടെ രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങളിൽ നിരവധിയായ ദളിത് ഓർഗനൈസേഷനുകൾ സംയോജിച്ചുകൊണ്ടാണ് ഇന്ത്യ രാജ്യത്ത് ദളിത് ശോഷൺ മുക്തി മഞ്ച് എന്ന സംഘടനയ്ക്ക് രൂപം നൽകിയിട്ടുള്ളത്. എഴുത്തുകാരൻ ശ്രീചിത്രൻ വിഷയാവതരണം നടത്തി. പട്ടികജാതി ക്ഷേമ സമിതി ജില്ലാ പ്രസിഡന്റ് TP കുഞ്ഞുണ്ണി അധ്യക്ഷനായിരുന്നു. PKS ജില്ലാ സെക്രട്ടറി V പൊന്നുകുട്ടൻ, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ PP സുമോദ് MLA, K രാജൻ, V ഉഷ, CPM പട്ടാമ്പി ഏരിയ സെക്രട്ടറി T ഗോപാലകൃഷ്ണൻ, KP ശ്രീനിവാസൻ, P ഷൺമുഖൻ തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു. മകന്റെ വിവാഹ ചടങ്ങിൽ 25 യുവതീ യുവാക്കൾക്ക് സ്വന്തം ചെലവിൽ മംഗല്യമൊരുക്കി ചങ്ങരംകുളം സ്വദേശിയായ പ്രവാസി. ചങ്ങരംകുളം കോക്കൂർ സ്വദേശിയും പ്രവാസി വ്യവസായിയുമായ അറക്കൽ അഷ്റഫാണ് സമാനതകളില്ലാത്ത മാതൃകാ വിവാഹമൊരുക്കിയത്. ഏകമകൻ ഫൈസലിന്റെ വിവാഹ ചടങ്ങിലാണ് വിവിധ സ്ഥലങ്ങളിൽ നിന്നും തെരഞ്ഞെടുത്ത നിർധനരായ 25 യുവതികൾക്ക് മംഗല്യം ഒരുങ്ങിയത്. ഓരോ ദമ്പതികൾക്കും 10 പവൻ സ്വർണ്ണാഭരണവും വിവാഹ വസ്ത്രങ്ങളും ഇവരുടെ കുടുംബത്തിൽ നിന്ന് വിവാഹ ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തിയവർക്കുള്ള ഭക്ഷണവും ഒരുക്കിയാണ് വിവാഹം നടന്നത്. അഷ്റഫിന്റെ മകൻ ഫൈസലിന്റെ വിവാഹവും ഇതേ വേദിയിൽ ഇവർക്കൊപ്പം തന്നെയാണ് നടന്നത്. രണ്ടത്താണി സ്വദേശി അബ്ദുൾ ഹാരിഫിന്റെ മകൾ സാനിയയാണ് ഫൈസലിന്റെ വധു. 2019 നടന്ന അഷ്റഫിന്റെ മകൾ ഫാത്തിമത്ത് സുഹറയുടെ വിവാഹത്തിലും അഷ്റഫ് ഇതേ പാതയാണ് പിന്തുടർന്നത്. അന്ന് വിവാഹ ചടങ്ങിൽ 10 യുവതീ യുവാക്കൾക്ക് ഇതേ മാതൃകയിൽ വിവാഹം ഒരുക്കിയിരുന്നു. 15,000-ലധികം പേർക്കാണ് വിവാഹ ചടങ്ങിൽ ഭക്ഷണം ഒരുക്കിയത്. അബുദാബിയിൽ വർഷങ്ങളായി ബിസിനസ് നടത്തിവരികയാണ് അഷ്റഫ്. സമസ്ത അധ്യക്ഷൻ ജിഫ്രി മുത്തുക്കോയ തങ്ങളാണ് വിവാഹത്തിന് കാർമ്മികത്വം വഹിച്ചത്. 4 ദമ്പതികൾ ഹൈന്ദവാചാര പ്രകാരം ക്ഷേത്രത്തിൽ വെച്ച് താലി ചാർത്തിയ ശേഷമാണ്
വിവാഹ ചടങ്ങിൽ എത്തിയത്. AP അബൂബക്കർ മുസ്ലിയാർ, പ്രതിപക്ഷ നേതാവ് VD സതീശൻ, മന്ത്രിമാരായ MP രാജേഷ്, V അബ്ദുറഹ്മാൻ, രാജ്യസഭാ MP PP സുനീർ, MLA P നന്ദകുമാർ തുടങ്ങിയ രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ പ്രമുഖരും ഈ മാതൃകാ വിവാഹത്തിന് സാക്ഷ്യം വഹിക്കാൻ എത്തിയിരുന്നു. പട്ടാമ്പി ചേംബർ ഓഫ് കൊമേഴ്സിന്റെ നേതൃത്വത്തിൽ സൗജന്യ നേത്രപരിശോധനാ ക്യാമ്പും ആയുർവേദ മെഡിക്കൽ ക്യാമ്പും നടത്തി. പട്ടാമ്പി ചേംബർ ഓഫ് കൊമേഴ്സും കോയമ്പത്തൂർ അരവിന്ദ് കണ്ണാശുപത്രിയും സംയുക്തമായി നടത്തിവരാറുള്ള സൗജന്യ നേത്രതിമിര ശസ്ത്രക്രിയാ ക്യാമ്പാണ് പട്ടാമ്പി ചേംബർ ഹൗസിൽ വെച്ച് നടത്തിയത്. എല്ലാ മാസവും 3ാമത്തെ ഞായറാഴ്ചയാണ് ക്യാമ്പ് ഒരുക്കിയിരിക്കുന്നത്. ഞായറാഴ്ച ഈ ക്യാമ്പിനൊപ്പം സൗജന്യ ആയുർവേദ മെഡിക്കൽ ക്യാമ്പും സംഘടിപ്പിച്ചു. നിരവധി പേർ ക്യാമ്പ് പ്രയോജനപ്പെടുത്തി. ചേംബർ ഓഫ് കൊമേഴ്സ് കഴിഞ്ഞ 25 വർഷമായി സൗജന്യ നേത്രപരിശോധനാ ക്യാമ്പ് നടത്തി വരുന്നുണ്ട്. ഇതിനു പുറമെ ഇപ്പോൾ മറ്റു ക്യാമ്പുകളും ഇതോടനുബന്ധിച്ച് നടത്തുന്നുണ്ടെന്നും ചേംബർ ഓഫ് കൊമേഴ്സ് പ്രസിഡന്റ് KP കമാൽ പറഞ്ഞു. പട്ടാമ്പി ചേംബർ ഓഫ് കൊമേഴ്സും കോയമ്പത്തൂർ അരവിന്ദ് കണ്ണാശുപത്രിയും കൂടെ സംയുക്തമായിട്ട് എല്ലാ മാസവും 3ാമത്തെ ഞായറാഴ്ച നടത്തി വരാറുള്ള ക്യാമ്പ് ഇന്ന് നടക്കുക. ഈ 2025 ജനുവരി മുതൽ ഒരു അഡീഷണൽ ക്യാമ്പും കൂടി നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഡെന്റൽ ക്യാമ്പായിരുന്നു, അതിൻ്റെ മുന്നേ മാസം പ്രമേഹ ക്യാമ്പായിരുന്നു, ഇപ്രാവശ്യം ആയുർവേദ ക്യാമ്പ്. അപ്പോൾ 25 വർഷമായിട്ട് ഈ നേത്ര ചികിത്സാ ക്യാമ്പ് നടന്നു വരുന്ന ഒരു ക്യാമ്പാണ്. അന്നത്തെ പ്രസിഡന്റ് ശ്രീ കാശി വിശ്വനാഥൻ തുടങ്ങി വെച്ച ക്യാമ്പ്. അദ്ദേഹം മരണപ്പെട്ടിട്ട് 16 വർഷമായി. 25 വർഷം മുമ്പേ അന്ന് പ്രസിഡന്റായിരുന്ന ശ്രീ കാശി വിശ്വനാഥൻ സ്വാമി തുടങ്ങി വെച്ച ക്യാമ്പ് ഇന്നും നമ്മളത് നടത്തിക്കൊണ്ട് വരികയാണ് പട്ടാമ്പി ചേംബർ ഓഫ് കൊമേഴ്സ്. അപ്പോൾ ഈ ചുറ്റുവട്ടത്തെ ജില്ലകളിൽ നിന്ന് 3-4 ജില്ലകളിൽ നിന്നായിട്ട് 500ഓളം രോഗികൾ എല്ലാ മാസവും ഇവിടെ എത്താറുണ്ട്. 40ഓ 50ഓ രോഗികളെ കോയമ്പത്തൂർ അരവിന്ദ് കണ്ണാശുപത്രിയിൽ കൊണ്ടുപോയിട്ട് തിമിര ശസ്ത്രക്രിയ കഴിഞ്ഞിട്ട് വരാറുണ്ട്. ഞായറാഴ്ച പോയാൽ ചൊവ്വാഴ്ച മടങ്ങി വരുന്ന രീതിയാണ്. അപ്പോൾ 10,000 രോഗികൾക്ക് ഈ നേത്ര ക്യാമ്പ് കൊണ്ടുള്ള സൗകര്യങ്ങൾ കിട്ടിയിട്ടുണ്ട്. പട്ടാമ്പി ചേംബർ ഓഫ് കൊമേഴ്സിന്റെ എല്ലാ മെമ്പർമാരും ആ ക്യാമ്പ് ദിവസം മറ്റുള്ള പരിപാടികളെല്ലാം ഒഴിവാക്കിയിട്ട് ഈ ക്യാമ്പ് അറ്റൻഡ് ചെയ്യും. ചേംബർ ഓഫ് കൊമേഴ്സിന്റെ മറ്റു ഭാരവാഹികൾ ക്യാമ്പിന് നേതൃത്വം നൽകി. രാവിലെ 9 മണി മുതൽ ഉച്ചയ്ക്ക് 12:30 വരെയായിരുന്നു ക്യാമ്പ്. സമീപ പ്രദേശങ്ങളിൽ നിന്നുള്ളവരടക്കം 500-ൽ പരം ആളുകളാണ് ക്യാമ്പിൽ പങ്കാളികളാകുന്നത്. പട്ടാമ്പി നഗരസഭയിൽ കുടുംബശ്രീ കലാമേള അരങ്ങ് സംഘടിപ്പിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ ഒ ലക്ഷ്മിക്കുട്ടി മേള ഉദ്ഘാടനം ചെയ്തു. പട്ടാമ്പി നഗരസഭ കുടുംബശ്രീ CDSന്റെയും കുടുംബശ്രീ ജില്ലാ മിഷന്റെയും നേതൃത്വത്തിലാണ് അരങ്ങ് എന്ന പേരിൽ കുടുംബശ്രീ ഓക്സിലറി സർഗോത്സവം സംഘടിപ്പിച്ചത്. നഗരസഭാ ഹാളിൽ വെച്ചായിരുന്നു സർഗോത്സവം നടത്തിയത്. രാവിലെ നഗരസഭാ ചെയർപേഴ്സൺ ഒ ലക്ഷ്മിക്കുട്ടി സർഗോത്സവം ഉദ്ഘാടനം ചെയ്തു. സ്ഥാനം ആരംഭിച്ച് നമ്മൾ ഇത്രയും വർഷങ്ങളായി വർഷങ്ങളായിട്ടും ഇന്നും പല ആളുകളും പുറത്തിറങ്ങാത്ത ആളുകളായിട്ടുണ്ട്. അവരെയൊക്കെ മുൻനിരയിലേക്ക് കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. നമ്മൾ സ്ത്രീ ശാക്തീകരണം, സാമ്പത്തിക ശാക്തീകരണം എന്ന ലക്ഷ്യം വെച്ചുകൊണ്ടാണ് കുടുംബശ്രീ പ്രസ്ഥാനം ആരംഭിച്ചത്. ആ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് നമ്മളൊരു പരിധിവരെ നേടിയെടുക്കാൻ സാധിച്ചിട്ടൊക്കെ ഉണ്ട്. എന്നിരുന്നാലും പല ഭാഗങ്ങളിലും നമുക്ക് അത് അത്ര കണ്ടിട്ട് ഫലപ്രദമായി എന്നുള്ളത് പറയാനായിട്ടില്ല. അവരെ കൂടി നമ്മൾ ഈ രംഗത്തേക്ക് ഉയർത്തിക്കൊണ്ടുവന്നാൽ മാത്രമേ നമ്മുടെ കുടുംബശ്രീ പ്രസ്ഥാനം പരിപൂർണമായി ആ ലക്ഷ്യം കൈവരിച്ചു എന്ന് പറയാൻ സാധിക്കുകയുള്ളൂ. ഇപ്പം നമുക്കറിയാം, നമ്മുടെ കുടുംബശ്രീകളിലൂടെ നമുക്ക് നിരവധിയായ ലോണുകളൊക്കെ ലഭിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ. ഇപ്പോൾ കുടുംബശ്രീ ഉൽപ്പന്നങ്ങൾ എന്ന് പറഞ്ഞാൽ തന്നെ നല്ല ബ്രാൻഡാണ്. ഇന്ന് പല സൂപ്പർ മാർക്കറ്റുകളിലും കുടുംബശ്രീ ഉൽപ്പന്നങ്ങൾക്ക് വലിയ അവിടെ ഒരു കോർണർ തന്നെ വെച്ചിട്ടുണ്ട്. കാരണം നമ്മുടെ കുടുംബശ്രീ ഉൽപ്പന്നങ്ങൾ എന്ന് പറയുന്നത് മായമില്ലാതെ നമ്മളെ വീടുകളിൽ തന്നെ ഉണ്ടാക്കി വിൽപ്പന നടത്തുന്ന ഭക്ഷ്യവസ്തുക്കൾ, അതുപോലെ തന്നെ മറ്റു സാധനങ്ങൾ. നമുക്കറിയാം ഇന്ന് എല്ലാ ഉൽപ്പന്നങ്ങളും കുടുംബശ്രീ മുഖാന്തരം ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. നമുക്ക് ചവിട്ടി, അതോടൊപ്പം തന്നെ ബാഗുകൾ, കുട നിർമ്മാണം എന്നിവയെല്ലാം നമ്മുടെ സ്ത്രീകളുടെ കൈകളിലൂടെയൊക്കെ നല്ല രീതിയിലായിട്ട് നടന്നു പോവുകയാണ്. അതൊക്കെ ഒന്നുകൂടി പരിപോഷിച്ചുകൊണ്ട് ശാസ്ത്രീയമായി തന്നെ നല്ല ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നതിനൊക്കെ നമ്മൾക്ക് കൂടുതൽ സഹായങ്ങൾ ഏത് വിധേനയാണ് വേണ്ടത്, ഏത് തരത്തിലാണോ നിങ്ങൾക്ക് ലോണുകൾ ആവശ്യമുള്ളത്. മറ്റു കൗൺസിലർമാർ, ഉദ്യോഗസ്ഥർ, കുടുംബശ്രീ പ്രവർത്തകർ, CDS ഭാരവാഹികൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. തുടർന്ന് വിവിധ കലാപരിപാടികളും നടന്നു. ഇതോടെ നിളയോര വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.